വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പപ്പിയും വിളിച്ചുകൊണ്ട് സത്യയാണെങ്കിൽ തളത്തിൻ്റെ ആ സൈഡിൽ കൂടെ ഓടുന്നത് അടുക്കളയിൽ നിന്നും ഇറങ്ങി വരുന്ന ശാന്ത കാണുകയാണ്. പക്ഷെ ശാന്ത ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ സത്യയാണെങ്കിൽ പപ്പിയും കൊണ്ട് കുറേ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന മുറിക്കകത്തേക്ക് പോയിട്ട് ഇവിടെ നിൽക്കി, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയുകയാണ്. അന്നേരം ശാന്തയെ അവിടെ ശാരദാമ്മ വിളിക്കുന്നുണ്ട്. ശാന്ത അങ്ങോട്ടത്തേക്കും പോകുന്നുണ്ട്. പക്ഷേ ശാന്ത കാണുന്നുണ്ട്, പപ്പിയെ കാണുന്നുണ്ട്. ഇതേസമയം സത്യഭാമ മുറ്റത്ത് നിന്ന് ശാലിനി അങ്ങ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീണ്ട 6 വർഷമാണെങ്കിൽ എനിക്ക് സമാധാനമുണ്ടായിരുന്നു, നീ എന്ന് തിരിച്ചു വന്നോ അന്ന് മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങി എന്ന് പറയുകയാണ്. അങ്ങനെ വിഷ്ണു ആണെങ്കിൽ കയ്യൊക്കെ ഇറക്കി പിടിച്ച് ഒന്നും പറയാത്ത രീതിയിൽ അങ്ങ് സഹിച്ചും ക്ഷമിച്ചും ഒക്കെ വിഷ്ണു നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഇത് പിന്നെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പപ്പി ഇവിടെ ഇല്ല എന്നൊക്കെ ശാരദാമ്മ പറയുകയാണ്. നമ്മൾ പപ്പിമോളെ കണ്ടെത്താനുള്ള സമയമാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ പറയുമ്പോൾ, ഭാവാഭിനയമൊന്നും എൻ്റെ മുമ്പിൽ വേണ്ട, അമ്മയേക്കാൾ മകളേക്കാൾ ഒരു പടി മുമ്പിലാണ് അമ്മയെന്ന് എനിക്കറിയാം എന്നൊക്കെ അങ്ങ് പറഞ്ഞ് ശാരദാമ്മയെ അങ്ങോട്ട് ആക്ഷേപിക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ ദേഷ്യപ്പെടുകയാണ്. നിങ്ങളെന്താ പിന്നെയും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പപ്പിമോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വിശ്വാസമായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, വിഷ്ണുവിനോട് ചെന്ന് ചോദിക്കുകയാണ്, ഞാൻ ആര് സാക്ഷി നിർത്തിയാണ് പറയേണ്ടത്, പപ്പിമോൾ ഇവിടെ ഇല്ല, നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്, ഓരോ സമയവും നഷ്ടപ്പെടുത്തുകയാണ് എന്നൊക്കെ പറയുമ്പോൾ, നിൻ്റെ അവസാനത്തെ അടവാണിത്, നീ വിവാഹം മുടക്കാൻ വേണ്ടി തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയോട് വിഷ്ണുവിനോട് ശാലിനി പറയുന്നുണ്ട്, അങ്ങനെ പപ്പിയെ മുൻനിർത്തി കല്യാണം മുടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ആ വിവാഹം നടക്കാൻ പോകുന്നില്ല, അത് നടക്കാത്തതാണെന്ന് എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ, അത് നിൻ്റെ മനസ്സിലെ ആഗ്രഹമല്ലേ, ഈ സത്യഭാമയാണ് കല്യാണം നടത്താനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഈ സത്യഭാമ ആ കല്യാണം നടത്തുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ, വീണ്ടും ശാലിനിയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് കുഞ്ഞിനെ, അതുകൊണ്ടാണ് നമ്മളുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് കുട്ടി ഇറങ്ങി വരാത്തത് എന്നൊക്കെ അങ്ങ് ഭാമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. ശാലിനി പറയുകയാണ്, എന്താ സത്യാമ്മേ, നിങ്ങളുടെ മനസ്സ് കരിങ്കല്ലാണോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ, എത്ര പറഞ്ഞിട്ടും വിശ്വാസമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി നോക്കെന്ന് പറയുകയാണ്. അന്നേരം ഭാമ പറയുകയാണ്, അച്ഛൻ തടയില്ല എന്ന് പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ടോ, അത് നിൻ്റെ അടുത്ത അടവല്ലേ, എന്നിട്ട് വേണം ഭവന ഭേദനമൊന്നും പറഞ്ഞ് കേസ് കൊടുക്കാനായിട്ട്, എന്നിട്ട് അവനെ അങ്ങോട്ട് പിടിച്ച് ജയിലിൽ ഇട്ടാൽ കല്യാണം മുടങ്ങുമല്ലോ എന്നും പറഞ്ഞ് ആ ഒരു വാചകം തന്നെയാണ് ഭാമ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നേരവും ശാലിനി ഓരോന്നോരോന്ന് പറയുകയാണ്. വിഷ്ണുവിനോട് പറയുന്നുണ്ട്, വിഷ്ണുവേട്ടാ പിന്നെ ഇവിടെ പപ്പിമോളില്ല എന്നുള്ളത് സത്യം തന്നെയാണ്, നിങ്ങൾക്ക് കയറി നോക്കണമെങ്കിൽ നോക്കാം എന്ന് പറയുന്നുണ്ട്. അന്നേരവും ഭാമ സമ്മതിക്കുന്നില്ല, വിഷ്ണുവിനെ കയറാനായിട്ട് സമ്മതിക്കുന്നില്ല. അന്നേരം സത്യഭാമയോടും പറയുന്നുണ്ട്, ഇവിടുത്തെ ഒരു മുറിയും നിങ്ങളുടെ മുന്നിൽ അടഞ്ഞു കിടക്കില്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കയറി പരിശോധിക്കാം, അച്ഛൻ തടയില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ ആകെ സഹികെട്ടൊക്കെ നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കൈ അങ്ങോട്ട് പിടിക്കുന്നുണ്ട് ശാലിനി. എന്നിട്ട് പറയുകയാണ്, വിഷ്ണുവിൻ്റെ തന്നെ കയറി നോക്കുക, ഞാൻ തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുമ്പോൾ ചന്ദ്രബോസിൻ്റെ അങ്ങോട്ട് വണ്ടി വന്ന്, പോലീസ് വണ്ടി, ചന്ദ്രബോസിൻ്റെ വണ്ടിയും ബാക്കിൽ വേറെ പോലീസിൻ്റെ വണ്ടിയൊക്കെ ആയിട്ട് വരുന്ന നിൽക്കുകയാണ്. വനിതാ പോലീസൊക്കെ ആയിട്ടാണ് വരുന്നത്. അന്നേരം വിഷ്ണു ആണെങ്കിലും അതിന് മുന്നേ വിഷ്ണു സത്യഭാമയോട് പറയുന്നുണ്ട്, ഇവരിവിടെ ഇല്ലയെന്ന് തറപ്പിച്ച് പറയുകയല്ലേ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കാമെന്ന് പറയുമ്പോൾ ശാലിനിയും പറയുന്നുണ്ട്, പപ്പിമോൾ ഇവിടെ ഇല്ല എന്ന് പറയുന്നത് സത്യമാണ്, ഒന്നുകിൽ കയറി പരിശോധിക്കാം, ഞാൻ പറയുന്നത് വിശ്വസിക്കാം, അല്ലെങ്കിൽ സത്യാമ്മയുടെ വാക്ക് കേട്ട് നിൽക്കാതെ വേറെ എവിടെയെങ്കിലും പോയി നോക്ക്, കുഞ്ഞിനെ നമ്മുടെ ഓരോ നിമിഷവും പാഴാക്കുകയാണ് എന്നൊക്കെ ശാലിനിയോട് പറയുന്നുണ്ട്. പക്ഷേ ഭാമ ഒന്നും അംഗീകരിക്കുന്നുമില്ല, സമ്മതിക്കുന്നുമില്ല. തുടർന്ന് ഈ ചന്ദ്രബോസിൻ്റെ വണ്ടി വന്ന് നിൽക്കുമ്പോൾ വിഷ്ണു അങ്ങ് കൈ ചുരുട്ടി പിടിച്ചിട്ട് കണ്ണിറുക്കി ഇടയ്ക്കിടുന്നു. സംഭവം കൂടുതൽ വഷളാവുകയാണ് എന്നുള്ളത് അവിടെ വിഷ്ണുവിന് മനസ്സിലാവുകയാണ്. എന്നിട്ട് ശാലിനിയും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് അതിനു മുന്നേയും ഭാമ പറയുന്നുണ്ട്, നിന്നെ കയ്യാമം വെപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്, അതിനുള്ള പദ്ധതികളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ടോ, അപ്പോൾ അതാണല്ലേ പരിപാടി, എന്നെ വിലം കണിയിച്ചു കൊണ്ടുപോകുന്നത് കാണാനല്ലേ നിങ്ങൾ ഈ മുറ്റത്ത് നിൽക്കുന്നത് എന്നൊക്കെ ശാലിനി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുന്നുണ്ട് അവർ. അന്നേരം ചന്ദ്രബോസിൻ്റെ വണ്ടി വന്ന് നിൽക്കുമ്പോൾ ഭാമ മനസ്സിൽ കരുതുകയാണ്, ബാക്കിയൊക്കെ ഇവൻ നോക്കിക്കോളും, കളക്ടറാണെങ്കിലും ഒരു കൊട്ടു കൊടുക്കാനായിട്ട് കിട്ടുന്ന അവസരം അവൻ പാഴാക്കില്ല എന്നൊക്കെ ഭാമ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. ഇതേസമയം സത്യയാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ജനലിൽ കൂടി വന്ന് നോക്കി നിൽക്കുകയാണ്. തുടർന്ന് സത്യഭാമയോട് ചന്ദ്രബോസ് വന്ന് ചോദിക്കുന്നുണ്ട്, അപ്പോൾ കാണാതായ കുട്ടി ഈ വീട്ടിലുണ്ടെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സംശയമല്ല, ഈ ഡിസ്ട്രിക്ട് കളക്ടർ എൻ്റെ മോൻ്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതിനെന്തെങ്കിലും സംശയാസ്പദമായ ആരെങ്കിലും പറയുകയോ എന്തെങ്കിലും സാഹചര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ചന്ദ്രബോസെ അത് അമ്മയുടെ സംശയം, വെറും സംശയം മാത്രമാണ് എന്നിങ്ങനെ പറയുമ്പോൾ
അവർ പറയട്ടെ എന്നിങ്ങനെ വിഷ്ണുവിനോട് ചന്ദ്രബോസും പറയുകയാണ്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ് ഇവർ കളക്ടർ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്, IAS ബുദ്ധിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് വീണ്ടും അങ്ങ് പഴിചാരിക്കുകയാണ് സത്യഭാമ അവിടെ. ചന്ദ്രബോസ് ആകെയൊക്കെ അങ്ങ് സന്തോഷത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഈ വീട്ടിൽ കയറി ഒന്ന് പരിശോധിക്കണം, പരിശോധിച്ചാൽ കുട്ടിയെ കണ്ടെത്താനായിട്ട് സാധിക്കും. കമ്മീഷണറോട് വ്യക്തമായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണല്ലോ, അയക്കുന്ന ആൾ അതിന് വേണ്ട ഉചിതമായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞതാണല്ലോ, നോക്കി പരിശോധിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രബോസിന് ദേഷ്യം വരികയാണ്. തന്നെ ഇവിടെ കൊച്ചാക്കുന്നു എന്നുള്ള രീതി പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ പിന്നെ ആ കമ്മീഷണർ വിളിച്ചങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യിച്ചാൽ പോരായിരുന്നോ? ഞാൻ നിങ്ങളുടെ വീട്ടിലെ അടുക്കളക്കാരനല്ല, നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളുടെ ജോലി ചെയ്ത് നിങ്ങളുടെ പ്രീതി സമ്പാദിക്കാനായിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസ് എന്നിങ്ങനെ പറയുകയാണ്. സത്യഭാമയുടെ മുഖം അങ്ങോട്ട് വല്ലതാവുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസെ വേണ്ട എന്നിങ്ങനെയൊക്കെ വിഷ്ണു പറയുമ്പോൾ മിണ്ടാതിരി എന്നിങ്ങനെ ചന്ദ്രബോസ് വിഷ്ണുവിനോടും പറയുന്നുണ്ട്. തുടർന്ന് സത്യഭാമയുടെ അടുത്ത് നിന്നും ചന്ദ്രബോസ് ശാലിനിയുടെ അടുത്തേക്ക് വരികയാണ്. മാഡം, ഈ സത്യഭാമയുടെ മകൻ്റെ കുട്ടിയെ മാഡം തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഈ വീടൊന്ന് സെർച്ച് ചെയ്യേണ്ടി വരും, മാഡം സഹകരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി എന്ന് ചോദിക്കുകയാണ്, മിസ്റ്റർ ACP, ഈ കാണാതായി എന്ന് പറയുന്ന കുട്ടി എൻ്റെ സഹോദരിയുടെ മകളാണ്. ഞങ്ങൾ എന്തിനാ ആ കുട്ടിയെ ബലമായിട്ട് തട്ടിക്കൊണ്ടുവരണം? ഞങ്ങൾക്ക് നേരായ വഴിക്ക് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം പരാതി കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാനായിട്ട് പറ്റില്ല, സഹകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. സത്യഭാമയുടെ പണത്തിൻ്റെയും ആളിൻ്റെയും ബലത്തിൽ ഇവിടെ വന്ന് തോന്നിയാസം കാണിക്കാനാണെങ്കിൽ ഞങ്ങളും അടങ്ങിയിരിക്കുമെന്ന് കരുതണ്ട മിസ് ACP എന്നിങ്ങനെ പറയുമ്പോൾ അവിടെയും ചന്ദ്രബോസിന് ദേഷ്യം വരികയാണ്. ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട്, താൻ എന്നെ എന്തോ ചെയ്യും? ഉടലോടെ അങ്ങോട്ട് വിഴുങ്ങുമോ? ഒരിക്കൽ നോവിച്ചവനെ വീണ്ടും നോവിക്കാനായിട്ട് ശ്രമിക്കില്ല, അവൻ്റെ ഭവിഷ്യത്ത് താൻ അറിയും എന്നിങ്ങനെയൊക്കെ പറയുകയാണ്. ഗോപാലകൃഷ്ണനോടും ദേഷ്യപ്പെടുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ ഒന്നും മിണ്ടുന്നില്ല. വിഷ്ണുവിനോടും ചന്ദ്രബോസ് കയർത്ത് സംസാരിക്കുന്നുണ്ട്. വിഷ്ണു ആകെ അങ്ങോട്ട് ബലം പിടിച്ച് നിൽക്കുകയാണ്. സത്യഭാമ ആകെ തർക്കിച്ച് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിന് ഭാമയുടെ വശവും പറയാനായിട്ട് വയ്യ, ശാലിനിയുടെ വശവും പറയാനായിട്ട് വയ്യ. തുടർന്ന് സത്യഭാമ ചോദിക്കുകയാണ്, ഡിസ്ട്രിക്ട് കളക്ടർ ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് പിന്നെ ജോലി സെർച്ച് ചെയ്യാനായിട്ട് ഇത്ര താമസം? അങ്ങോട്ട് പരിശോധിക്കണം, കുട്ടിയെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കണം, എന്നിട്ട് അവളെ ജയിലിലടയ്ക്കണം, അവളെ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോയി 2 പൊട്ടിച്ചാൽ ഇവിടെ തത്ത പറയും പോലെ കാര്യങ്ങൾ പറയും എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. ശാലിനി അന്നേരം ദേഷ്യത്തോടു കൂടി കടിച്ചമർത്തി നിൽക്കുകയാണ്. ഭാമയ്ക്കെതിരെ സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ശാലിനി ഇവിടെ സംസാരിക്കുന്നില്ല. തുടർന്ന് ശാലിനി പറയുകയാണ്, മിസ്റ്റർ ACP, നിങ്ങൾ ഇതിനകത്ത് കയറുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇതിനകത്ത് നിന്നും പപ്പിമോളെ കണ്ടെത്തിയില്ല എങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ഡിസ്ട്രിക്ട് കളക്ടറെ മാനസികമായിട്ടും പീഡിപ്പിച്ചതിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. അതിൻ്റെ ആഴവും പരപ്പും എത്രയാണെന്ന് നിങ്ങൾ കണ്ടറിയണം എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസ് അങ്ങോട്ട് ചിരിച്ച് കാണിക്കുകയാണ്. നേരവും ഭാമയ്ക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ പോലീസിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാലും വേണ്ടില്ല, നീ അവിടെ IASൻ്റെ പവർ കാണിക്കുകയാണല്ലേ, ഈ IAS പദവിക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാക്കണം, അങ്ങോട്ട് കയറി പരിശോധിക്കണം ACP എന്നിങ്ങനെ വീണ്ടും സത്യഭാമ എങ്ങോട്ട് കയർക്കുമ്പോൾ അങ്ങോട്ട് കയറി നോക്കണമെന്ന് വന്ന സബോർഡിനേറ്റിനോട് ചന്ദ്രബോസ് പറയുകയാണ്. തുടർന്ന് അവരെ അകത്തേക്ക് കയറി പരിശോധിക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്രബോസ് കയറുന്നില്ല. ചന്ദ്രബോസ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്ന് പറയുകയാണ്, കുട്ടി അകത്തെങ്ങാനും ഉണ്ടെങ്കിൽ നിൻ്റെ ശാലിനിയുടെ കാര്യം പോക്കാടാ എന്നിങ്ങനെ പറയുമ്പോഴും വിഷ്ണു ആകെ ദേഷ്യത്തിൽ നോക്കിയിട്ട് കാണാം എന്ന് പറയുന്നുണ്ട്. അന്നേരം നമുക്ക് കാണാമെന്നിങ്ങനെ ചന്ദ്രബോസും പറയുകയാണ്. പക്ഷെ അന്നേരം ശാലിനിയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. അകത്തേക്ക് കയറുന്ന സബ് ഇൻസ്പെക്ടർ നഹാസും ഒക്കെ അന്വേഷിക്കുകയാണ്. അന്നേരം ആ പഴയ അടുക്കളയിലേക്ക് വരുന്നുണ്ട്. അന്നേരം ശാന്ത അവിടെ ഒരു പാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്താണെങ്കിൽ ഒരു പരമ്പ് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. പപ്പി അതിനകത്ത് ശാന്ത ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അന്നേരം അവിടെയൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം ശാന്ത പറയുകയാണ്, അത് നമ്മുടെ പഴയ കക്കൂസാണ്, പൊട്ടിക്കിടക്കുകയാണ്, സാറിന് വേണമെങ്കിൽ കയറി നോക്കാം. സത്യാമ്മ തന്നെ ആ കുട്ടി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് സാറേ എന്നൊക്കെ ഈ ശാന്ത സംസാരിക്കുന്നുണ്ട്. തുടർന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തല്ലേ മതിയാവൂന്നിങ്ങനെ ഈ നഹാസ് പറയുന്നുണ്ട്. തുടർന്ന് അന്വേഷിച്ചു പോയ പോലീസുകാരെയൊക്കെ തിരിച്ച് ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ കണ്ടു കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവിടെയെങ്കിലും ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ഈ നഹാസ് പറയുന്നുണ്ട്, ഇത് ആ ചന്ദ്രബോസിൻ്റെ പണിയാണ്, ശാലിനി മേഡത്തെ ചൊറിയാൻ കിട്ടുന്ന ഒരു അവസരവും അയാൾ പാഴാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ശാന്ത ഈ പരമ്പിനകത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ അവർ അതിലേക്ക് നോക്കുന്നില്ല. അന്നേരം സത്യ അങ്ങോട്ട് ഓടി വരുമ്പോൾ നഹാസ് ചോദിക്കുന്നുണ്ട്, മോളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ സത്യ എന്ന് പറയുന്നുണ്ട്. അന്നേരം മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ പപ്പി അവസാനം ഇന്നലെ വിളിക്കുകയോ വല്ലോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചില്ല എന്ന് പറയുകയാണ്. അന്നേരം അവസാനമായിട്ട് കണ്ടത് എപ്പോഴും ചോദിക്കുമ്പോൾ ക്ലാസ്സിൽ വെച്ചെന്ന്
പറയുകയാണ്. അന്നേരം പിന്നീട് കണ്ടില്ലേന്ന് ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെ കാണാനാണ്, ഞാൻ വീട്ടിലേക്ക് വന്നില്ലേ എന്ന് സത്യ അങ്ങ് നല്ലതായിട്ടും കള്ളം പറയുകയാണ്. അന്നേരം ശരി മോള് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ സത്യമാണെങ്കിൽ ശാന്ത ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ശാന്ത പൊയ്ക്കോ എന്ന് പറയുകയാണ്. അത് സത്യ അങ്ങ് പോകുന്നുണ്ട്. ഈ പോലീസുകാരും ഒക്കെ മറ്റിടത്തേക്ക് നോക്കണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് മാറിപ്പോവുകയാണ്. തുടർന്ന് ശാന്തയാണെങ്കിൽ പരമ്പിനകത്തേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. പപ്പിയാണെങ്കിൽ അതിൽ കറക്റ്റായിട്ട് അങ്ങനെ ഒളിച്ചങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം സത്യഭാമ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മുറ്റം നടക്കുകയാണ്. കള്ളക്കൂട്ടങ്ങളാണ്. മകൾ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടു നിൽക്കാനായിട്ട് ഒരു അച്ഛനും അമ്മയും പിടിച്ചുകൊണ്ട് പോയി കുറേ കാലം ജയിലിലിട്ടാലേ വിഷ്ണുവിൻ്റെയും കാർത്തിയും വിവാഹം നടക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഭാമ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. ആരോടും മിണ്ടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. വിഷ്ണു അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം ശാലിനി മനസ്സിൽ കരുതുകയാണ്, സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഒരു വേദന പുറത്ത് കാണിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അമ്മയാണ്. ഈ സമയത്ത് വിഷ്ണുവേട്ടൻ കൂടി എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലോ, അതെനിക്ക് പിന്നെ അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല, എനിക്കേറെ സങ്കടം തോന്നുകയാണ്. പിന്നെ വിഷ്ണുവേട്ടൻ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങോട്ട് സങ്കടപ്പെടുകയാണ്. പപ്പിമോൾ എവിടെയായിരിക്കും, ഇന്നലെ രാത്രി മുതൽ കാണാതായതാണ്, കുട്ടിക്ക് ഒരു ആപത്തും വരാതെ ഇരുന്നാൽ മതിയായിരുന്നു, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ചേച്ചിയമ്മയെന്ന് വിളിച്ചുകൊണ്ട് തിരിച്ചിങ്ങോട്ടത്തേക്ക് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങ് ശാലിനി മനസ്സിൽ കരുതുകയും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണ്. അന്നേരം വിഷ്ണു കൂടി ഇങ്ങനെ തന്നെ സംശയിക്കുന്നു എന്നറിഞ്ഞതിൽ ശാലിനി ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. വിഷ്ണുവിൻ്റെ കുട്ടിയാണ്, കുട്ടിയെ കാണാത്തതിൽ വിഷ്ണുവേട്ടനെ സങ്കടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെയും പരിഭവമാണ് ശാലിനിക്ക് അവിടെ. തുടർന്ന് ശാരദാമ്മ വന്ന് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് മോളെ വീട്ടിൽ നടക്കുന്നത്, ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് എവിടേക്കാണെന്ന് വെച്ചാൽ നീ അങ്ങോട്ട് വിളിച്ച് പറയൂ, സത്യം നമുക്കറിയാമല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ, പപ്പിമോൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഉറച്ചങ്ങോട്ട് അന്വേഷണം നടത്തുകയല്ലേ, കണ്ടെത്തി കൊണ്ടുവരട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി കൈയും കെട്ടി നിൽക്കുകയാണ്. അന്നേരം സത്യഭാമ വീണ്ടും അങ്ങോട്ട് മനസ്സിൽ കരുതുകയാണ്, നീ പോകുന്നത് ജയിലിലേക്കാണ്, എന്നെയും എൻ്റെ മകനെയും വിഷമിപ്പിച്ചതിന് നീ ജയിലിൽ പോയി കുറേ കാലം കിടക്കണം, അപ്പോഴത്തേക്ക് ഞാൻ വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും വിവാഹം നടത്തും എന്നൊക്കെ പറഞ്ഞ് ഭാമ അങ്ങോട്ട് ആലോചിച്ച് കൂട്ടുന്നുണ്ട്. തുടർന്ന് ഗോപാലകൃഷ്ണൻ ചന്ദ്രബോസിനോട് ചോദിക്കുന്നുണ്ട്, ഒരു കുട്ടിയെ കണ്ടെത്താനാണോ ഇത്രയും പരാക്രമമൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുകയാണ്, ഞങ്ങളോടുള്ള സമീപനം എങ്ങനെയാണോ അതുപോലെ ഇരിക്കും തിരിച്ചും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസും പറയുന്നുണ്ട്. തുടർന്ന് അന്വേഷിച്ചു പോയ പോലീസുകാരൊക്കെ അകത്തുനിന്നും പല ഭാഗത്തുനിന്നും ഒക്കെ തിരിച്ചിറങ്ങി വരികയാണ്. കുട്ടി എവിടെയെങ്കിലും ഇല്ല, നോക്കാവുന്നിടത്തൊക്കെ നോക്കി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സത്യഭാമ ചോദിക്കുകയാണ്, പിന്നെ കുട്ടി എവിടെ പോയി, ഇവളതിനെ നാട് കടത്തിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ഏറ് കണ്ടിട്ട് സത്യഭാമയെ തന്നെ നോക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുകയാണ്, അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ പപ്പി ഇവിടെയെങ്കിലും ഇല്ല എന്ന്, പിന്നെ ഓരോന്ന് പറഞ്ഞ് ഇതൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ ഭാമ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അതേസമയമാണ് വിഷ്ണു അവിടെ നിൽക്കുന്ന ഹാളിൽ നിൽക്കുന്ന സത്യയെ ശ്രദ്ധിക്കുന്നത്. തുടർന്ന് വിഷ്ണു അവരുടെ അടുത്തേക്ക് സത്യയുടെ അടുത്തേക്ക് ചെന്നിട്ട്, മോളെ പപ്പി എന്തെങ്കിലും മോളോട് പറഞ്ഞോ, എവിടെയെങ്കിലും പോകണമെന്നോ ആരെങ്കിലും കാണണമെന്നോ ഏതെങ്കിലും സ്ഥലത്ത് പോകണമെന്നോ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒന്നും പറഞ്ഞില്ല ബിഗ് ഫ്രണ്ട് എന്നിങ്ങനെ ദയനീയമായിട്ട് സത്യ പറഞ്ഞു നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു സങ്കടപ്പെടുന്നുണ്ട്, ഇനി എവിടെയാ ഒന്ന് പോയി അന്വേഷിക്കുക, ആരോടാ ഒന്ന് ചോദിക്കുക, ശാലിനി ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് സങ്കടപ്പെടുകയാണ്. തുടർന്ന് ഇതേ സമയം ശാന്തയാണെങ്കിൽ ഈ പപ്പിയെയും കൊണ്ട് അവിടുത്തെ അടുക്കളയിൽ നിന്ന്, ആ വീട്ടിലെ അടുക്കളയിൽ നിന്നും ഇറങ്ങി ഈ കുടുംബശ്രീ ഹോട്ടലിനകത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇവിടെ നിന്നാൽ കാണും എന്ന് പറഞ്ഞിട്ട് മോള് ആ പാത്രത്തിനകത്തേക്ക് ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അവിടെ ചോറ് വയ്ക്കുന്ന വലിയൊരു ചെമ്പ് പാത്രം ഇരിക്കുകയാണ്. അന്നേരം അതിനകത്തേക്ക് കുഞ്ഞിനെ കയറ്റി ഇരുത്തിയിട്ട് അടപ്പുകൊണ്ടങ്ങ് അടയ്ക്കുകയാണ്. ഇതേസമയം ചന്ദ്രബോസ് ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് ഹോട്ടൽ ശ്രദ്ധയിൽപ്പെടുകയാണ്. അതിനകത്ത് കയറി നോക്കിയോ എന്ന് നഹാസിനോട് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുകയാണ്. അത് പിന്നെ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും, പോയി നോക്കണോ എന്ന് പറയുകയാണ്. തുടർന്ന് ഈ നഹാസും ബാക്കി പോലീസുകാരും കൂടി കുടുംബശ്രീ ഹോട്ടലിനകത്തേക്ക് കയറുന്നുണ്ട്. ഈ കുട്ടിയെ ഇങ്ങനെ അവിടെ തന്നെ പാത്രത്തിൻ്റെ അടച്ച് വെച്ചിരിക്കുന്നതുമായിട്ടാണ് കാണുന്നത്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി പക്ഷേ പപ്പിയെ ഇനി അവിടെ നിന്ന് കണ്ടെത്തുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇനി ശാലിനി അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി തണ്ട് ഉറപ്പിച്ച് തന്നെയാണ് ഭാമ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇനി അറസ്റ്റ് ചെയ്യിക്കുമോ ഒക്കെയാണ് കാണേണ്ടത്. അതോ ഇനി റീമേക്കിലെ പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ കുട്ടി ഇറങ്ങി വരുമോ എന്നുള്ളതും ഒക്കെയാണ് അറിയേണ്ടത്. എന്തായാലും ഇനി അടുത്തൊരു എപ്പിസോഡോടുകൂടി കുട്ടിയുടെ ഇത് കഥ അവസാനിക്കുന്നതാണ്. ആ ഒരു ഒളിച്ചോടൽ അത് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.